റൂത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം, അതിന്റെ 16-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു വിശുദ്ധ തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. 4 അധ്യായമുള്ള ചെറിയൊരു പുസ്തകം, ഒരു സഹോദരിയുടെ പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ സഭയിലെ എല്ലാ സഹോദരിമാർക്കായി സ്തോത്രം. സഹോദരന്മാരെ, നമ്മുടെ സഹോദരിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. ത്തിന്റെ പുസ്തകം അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇതിൻ്റെ അകത്തില്ല. പക്ഷെ ഇതിൻ്റെ അകത്തൊരു വിളിയുണ്ട്, ഇതിൻ്റെ അകത്തൊരു റോളുണ്ട്. അത് സഭയിലേക്ക് ഇമ്പാക്ട് ചെയ്യാൻ പോകാം. മത്തായി സുവിശേഷം എഴുതി തുടങ്ങുമ്പോൾ വംശാവലി പട്ടികയ്ക്ക് അകത്ത് ചില സ്ത്രീകളുടെ പേര് പരാമർശിക്കുന്നു. അതിൻ്റെ അകത്തുള്ള ഒരാളാണ് റൂത്ത്. അതിൻ്റെ അകത്ത് പല സ്ത്രീകളുടെ പേര് പരാമർശിക്കുന്ന, ഒരു പേര് പരാമർശിക്കാത്ത ഒരു സഹോദരിയുടെ പേര് ഇതിൻ്റെ അകത്താണ്. റൂത്തിന്റെ പേരുണ്ട്, രാഹാബിന്റെ പേരുണ്ട്, താമാറിന്റെ പേരുണ്ട്, മറിയയുടെ പേരുണ്ട്. പിന്നെ ദാവീദ് ശലോമോനെ ജനിപ്പിച്ചത് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ എന്നൊരു പദം അതിൻ്റെ നസറേയനായ യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുന്നത് ആ വംശാവലി പട്ടിക പറഞ്ഞു വരുമ്പോൾ ചില സഹോദരിമാർക്ക് അതിൻ്റെ അകത്ത് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. സത്യത്തിൽ പരസ്യമായി പേര് പ്രഖ്യാപിക്കത്തക്കവണ്ണം പറയാൻ പറ്റിയ പേരുകളൊന്നും അല്ല സത്യത്തിൽ. രാഹാബിന്റെ പേര് പരസ്യമായി പ്രസ്താവിക്കാൻ കഴിയുകയും താമാറിന്റെ പേര് പരസ്യമായി പ്രസ്താവിക്കാൻ കഴിയുകയും, പക്ഷേ വംശാവലി പട്ടികയിൽ വന്നു. സഹോദരങ്ങളെ, അനുഭവങ്ങളൊക്കെ എത്ര വൈഷമ്യങ്ങളുള്ളതാണ്. മേരി നൊടേതമ്പുരാൻ ഒരു കാര്യം തീരുമാനിച്ചപ്പോൾ അതങ്ങനെ തന്നെയാണ്. ആരെല്ലാം നിന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞാൽ തമ്പുരാന്റെ ഒരു വിധി നിർണയം വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തടുക്കാൻ ആർക്കും കഴിയുകയില്ല. താമാറിനെ കുറിച്ച് ബൈബിൾ പ്രഖ്യാപിക്കുന്ന ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ പരസ്യമായി ഒരു സഭാഹോളിന്റെ അകത്ത് നിന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവിന്റെ വംശാവലിയിൽ അവൾ വന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്ത് എന്തോ ഒരു വെളിപ്പാടുണ്ട്. എന്ന് വെച്ചാൽ നസറേയനായ യേശു കർത്താവ് വരേണ്ട ഗോത്രം യഹൂദ ഗോത്രമാണ്. യഹൂദായിൽ നിന്ന് ജനിച്ച ഒരു തലമുറയെ കുറിച്ച് താമാർ മുഖാന്തരം ബൈബിൾ പറയുന്നു. ഭർത്താവ് മുഖാന്തരം മക്കളില്ലാതെ വന്നപ്പോ ഭർത്താവ് മരിച്ചു. പിന്നെ സഹോദരൻ വിവാഹം കഴിച്ചു. മക്കൾ ഉണ്ടാകാതെ നോക്കി, തമ്പുരാൻ കൊന്നു കളഞ്ഞു. പിന്നെ ആ തലമുറയിൽ നിന്ന് താമാർ മുഖാന്തരം ഒരു തലമുറ ലഭ്യമാവുകയില്ല എന്നുള്ള ഉറപ്പ് പുസ്തകം പറയുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ താമാർ ഒരിക്കലും ഒരു സ്ത്രീ തന്നെ തകർക്കാൻ മനസ്സ് വെക്കാതിരിക്കുന്ന മേഖലയാണെങ്കിലും മനസ്സുകൊണ്ട് തകർത്ത് അമ്മാവിയപ്പനാൽ ഗർഭം ധരിക്കാൻ അവൾ വേഷം മാറുകയാണ്. എന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ നിന്ന് ഒരു ആൺതലമുറ ലഭ്യമായില്ലെങ്കിൽ യഹൂദ ഗോത്രം ഇല്ലാതെയാകും. യഹൂദ ഗോത്രം ഇല്ലാതെയായാൽ നസറായന്റെ വരവ് ക്യാൻസലാകും. അത് വരാതിരിക്കേണ്ടതിനായി സ്വന്തം ജീവിതം തകർക്കാൻ മനസ്സ് വെച്ചൊരു മകളെ എങ്ങനെ മത്തായി സുവിശേഷം മറക്കും? അപ്പൊ ഓർക്കുക, ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു. ഈ പുസ്തകത്തിന് വേണ്ടി വില കൊടുത്തവർ ഒത്തിരി പേർ പുറകിലുണ്ടെന്നുള്ള സത്യം ഇന്ന് രാവിലെ ദൈവസഭ മറന്നു കളയും. 4-5 മാസം കഴിഞ്ഞപ്പോൾ മരുമകൾ ഗർഭിണിയാണെന്നുള്ള വിവരം അറിഞ്ഞ അമ്മാവിയപ്പൻ ചുട്ടുകളകാന്ന് പറയുമ്പോ കയ്യിൽ അടുക്കി പിടിച്ചിരുന്ന ഈട് എന്താണോ അത് കൈ തുറന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ ഉടമസ്ഥൻ മുഖാന്തരമാണ് ഞാൻ കൺസീവ് ആയത്. ഉടനെ അമ്മാവിയപ്പൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ എന്നേക്കാൾ നീതിയുള്ളവൻ. ആ പദം അതൊരു പ്രൊഫറ്റിക് വേർഡാണ്, നീതിയുള്ളവൻ.
ദൈവത്തിന്റെ നീതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടി ജീവിതം മുഴുവൻ തകർക്കാൻ ഒരു സ്ത്രീ തയ്യാറായതുകൊണ്ടല്ലേ ആ ഗോത്രം നിലനിന്നത്. അതുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ വംശാവലിയിൽ അവരുടെ പേര് ദൈവം ഉൾപ്പെടുത്തി. പോകട്ടെ, ഇതല്ലല്ലോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള സമയം. ശ്രദ്ധിക്കൂ, രൂത്തിന്റെ പുസ്തകം തുറക്കുമ്പോൾ അവിടെ ഒരു വെളിയുണ്ട്, അവിടെ ഒരു കോളുണ്ട്, അവിടെ ഒരു റോളുണ്ട്. നിങ്ങൾക്കൊരു കോളുള്ളതിനാൽ നിങ്ങൾക്കൊരു റോളുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു കോളുള്ളതിനാൽ എനിക്ക് ഒരു റോളുണ്ട്. നിങ്ങളുടെ റോൾ എന്താണെന്ന് മനുഷ്യൻ കാണാൻ പോകുകയാണ്. ഈ പുസ്തകം തുറക്കുമ്പോൾ ഒരു വല്ലാത്ത തുടക്കമാണ്. ന്യായപാലനം നടത്തിയിരുന്ന കാലത്ത് ഒരു മനുഷ്യൻ ബേത്ലഹേമിൽ നിന്ന് ക്ഷാമം വന്നപ്പോൾ തൻ്റെ ഭാര്യയും മക്കളെ എല്ലാം കൂട്ടി നേരെ ഇങ്ങോട്ട് പോയി മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കാൻ പോയി. അപ്പത്തിൻ്റെ ഭവനം, ഇറച്ചിയുടെ പട്ടണം, ഇതൊക്കെയാണ് ബേത്ലഹേം എന്ന പേരിൻ്റെ അർത്ഥം. എലിമേലെക്കിന്റെ കാലത്ത് മാത്രമല്ല ക്ഷാമം വന്നേക്കുന്നത്. ഈ ദൈവദാസന്മാരുടെ കാലത്ത് ഉൽപ്പത്തി മുതൽ ക്ഷാമം വേട്ടയാടിയിട്ടുണ്ട്. അവരൊക്കെ പലായനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു വല്ലാത്ത പലായനമായി പോയി. കാര്യം ഇതിൻ്റെ അകത്ത് ദൈവത്തിനൊരു നീതി നിർവഹിക്കണമായിരുന്നു. ചില സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സഡനായിട്ട് എടുക്കുന്ന ചില ആക്ഷൻസ് അത് നന്മയാകുന്നതല്ല എങ്കിൽ ആ ജീവനാന്തം അത് തിന്മയായി മാറും. ഇവിടെ വായിക്കുന്ന വാക്യം എന്തെന്നറിയാമോ? അവൻ ഈ ക്ഷാമം വന്നപ്പോൾ എലിമേലെക്ക് ഭാര്യ നവോമി 2 ആൺമക്കൾ ഇവരിങ്ങനെ നേരെ മോവാബ്യ ദേശത്തേക്ക് പോയി. ചെന്നപ്പോൾ അവിടെ ഒരു മരണം, ഹസ്ബൻഡ് ഭർത്താവ് മരിക്കുക. എലിമേലെക്ക് മരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മക്കളും മരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച്, 3 വിധവമാർ ആ കൊച്ചു കുടുംബത്തിൻ്റെ അകത്ത് ഉൽപ്പാദിതമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച്. നവോമിയുണ്ട്, ഓർപ്പയുണ്ട്, രൂത്തുണ്ട്. 3 സ്ത്രീകൾ. ആ 3 പേരുടെയും ഭർത്താക്കന്മാർ മരിച്ചു. ഒന്നിന് പുറകെ ഒന്നായി മരണം വേട്ടയാടുന്നൊരു വീട്. ക്ഷാമം ഒരു ഭാഗത്ത്, മരണം വേറൊരു ഭാഗത്ത്. പക്ഷേ അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു വാർത്ത കേട്ടു. എന്താ കേട്ട വാർത്ത എന്നറിയാമോ? യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്ന വിവരം അവരറിഞ്ഞു. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ക്ഷാമം നിങ്ങളുടെ ഡെഡ് എൻഡ് അല്ല, സന്ദർശനം വരുന്നുണ്ട്. ഓ സ്തോത്രം 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 സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ഡിക്ലെയർ ചെയ്യുന്നു, ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ക്ഷാമം നിങ്ങളുടെ ഡെഡ് എൻഡ് അല്ല, ഒരു സന്ദർശനം വരുന്നുണ്ട്. ഒരു സന്ദർശനം വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി നീ നേരിട്ട് കൊണ്ടിരിക്കുന്ന ക്ഷാമം കൊണ്ട് നീ ഒടുങ്ങി പോകത്തില്ല. ഇതിനെല്ലാം തിരിച്ചറിയുന്നവല്ല, ഒരു സന്ദർശനം വരാൻ പോകുകയാണ്. എല്ലാവരും കരകത്തി പറ, യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നേരിട്ട എല്ലാ ക്ഷാമവും എന്റെ ജീവിതത്തിൽ അവസാനമല്ല. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു സന്ദർശനകാലം കാണാൻ പോവുകയാ. Visitation. Visitation. Oh no. ശബ്ദവിധി visitation. സന്ദർശനകാലം. ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളുടെ സന്ദർശനകാലം വരാൻ പോവുകയാണ്. എന്റെ സഹോദരൻ, നിങ്ങൾ നോക്കിയിട്ട് നടക്കാത്ത ആ പ്രശ്നത്തിന്റെ പരിഹാരം വിസിറ്റേഷൻ വരുമ്പോൾ നടക്കാൻ പോവുകയാണ്. സഹോദരി, വർഷങ്ങളായി നിങ്ങൾ നോക്കിയിട്ട് നടക്കാത്ത ആ പ്രശ്നത്തിന്റെ പരിഹാരം പരിശുദ്ധാത്മാവിന്റെ സന്ദർശനം വരുമ്പോൾ നടക്കാൻ പോവുകയാണ്. സന്ദർശനകാലം വന്നു എന്നറിഞ്ഞപ്പോൾ നവോമി പിള്ളേരോട് പറഞ്ഞു, അതെ നമുക്ക് പിരിയാം, ഞാൻ തിരിച്ചെന്ന് പോകാം. നിങ്ങൾക്കൊരു വിശ്രാമം ഉണ്ടാകേണ്ടതിന്. വിവാഹം വിശ്രാമമാണെന്ന് രൂത്തിന്റെ പുസ്തകം പറയുന്നു. വിവാഹം എന്താണ്? വിശ്രാമം. ചേർന്നുള്ള വിശ്രാമം. ഭർത്തൃ വീട്ടിലെ ഭാര്യയുടെ വിശ്രാമമാണ് വിവാഹം. നിങ്ങളൊന്നും ചെയ്യാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങാനുള്ള ലൈസൻസ് നമ്മളൊന്നും ആരും വിചാരിക്കരുത്. ആ വിശ്രാമത്തിൻ്റെ കാര്യമല്ല. അല്ല, ഭർത്തൃ വീട്ടിൽ ഭർത്താവിന് സമാധാനം കൊടുക്കുന്നതും ഒരു വിശ്രാമം തന്നെയാണ്.
ഉണ്ടാണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഹായ് ബൈ പോയി. ഋതും ഹായ് ബൈ പറയാൻ പോവാമെന്ന് നവമി വിചാരിച്ച്, പക്ഷേ ഋതു വന്നിട്ട് പറയുന്ന വാക്ക് ഒരിക്കൽ കൂടി വായിക്കാം. ആ വാക്യം അതിന് രൂപ നിന്നെ വിട്ടു പിരിയാൻ നിന്റെ കൂടെ വരാതെ അടുത്തത് നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ആഹാ നിന്റെ ജനം. അടുത്തത് നീ മരിക്കുന്നിടത്ത് എന്നെ കോളല്ലേ, എന്നെ വിളിയാണ്. കൺഫേം യുവർ കോളിംഗ്. നിന്റെ വിളി നീ കൺഫേം ചെയ്ത ഒന്നുമില്ലായ്മയിൽ നീ പിടിച്ചു നീ. കാണാനൊന്നുമില്ല, ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും അറിയില്ല, കോള് കൺഫേം ആയി കിട്ടിയാൽ നീ പിടിച്ചു നിൽക്കണം. ഉറപ്പാ നീ പിടിച്ചു നിൽക്കും. പിടിച്ചു നിന്നാൽ ഈ പുസ്തകം തീരുമ്പോൾ മറ്റൊരു പദം പറഞ്ഞായിരിക്കും ഈ പുസ്തകം തീരുന്നേ. എന്നോട് പോകാൻ പറയരുത്. നീ പോകുന്നിടത്ത് ഞാൻ, പിന്നെ നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആ പേര് തമ്മിലുള്ള ആ ബന്ധം ഒന്ന് ശ്രദ്ധിച്ച്. നിന്റെ ദൈവം എൻ്റെ ദൈവം അല്ലേ? ഒരാൾക്ക് കൈവന്നത് നിന്റെ ദൈവം ഈസിയാണ്, ഈസിയാണ്. നമ്മളെല്ലാവരും ദൈവം ആരാണ്? യേശു. യെസ് ഓർ നോ? യെസ് ഓർ നോ? നമുക്കത് പറയാനുള്ളത്. പക്ഷെ അടുത്ത് വെച്ച് പാടാ നിന്റെ ജനം. ഇവിടെയാണ് മുട്ടുകാലിരിക്കുന്നത്. ഇവിടെ വരുമ്പം പ്രശ്നമാണ്. ഇവിടെ വരുമ്പം പല കാര്യങ്ങളുണ്ട്. ജാതിയായി, പിന്നെ ചിന്തയായി, പിന്നെ നിറവായി, പിന്നെ പണമായി, പിന്നെ മഹിമയായി, ബാക്ക്ഗ്രൗണ്ടായി, എല്ലാം കൂടി നോക്കി വരുമ്പോൾ അടുത്തത് നമ്മൾ കറ്റിയും. പക്ഷേ നിന്റെ ജനം ഇതെന്ന് പറയാൻ നീ മനസ്സ് വെക്കുവോ? ആരാ പറയുന്നത്? ഒരു മോവാബ്യ സ്ത്രീയാ പറയുന്നത്. 10ാം തലമുറക്കാരൻ പോലും ദൈവസഭയ്ക്കകത്ത് പ്രവേശിക്കരുതെന്നുള്ള വിലക്ക് കൽപ്പന കിട്ടിയവൾ പറയുക, എന്റെ കോഡ് ഞാൻ തിരിച്ചറിയുന്നു. സഭയ്ക്കകത്തേക്ക് വരാനുള്ള അനുവാദം എനിക്കില്ലെങ്കിലും എന്റെ പക്കളൊരു വീണ്ടെടുപ്പിന്റെ അഭിഷേകങ്ങളുണ്ട്. നിന്റെ ദൈവം, എന്റെ ദൈവം, നിന്റെ ജനം, എന്റെ ജനം. ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലെ ജനം എന്റെ ജനമാണ്. ഭൂമിയോ അതിന്റെ പൂർണ്ണതയോ പൂർണ്ണതോ അതിലെ നിവാസികളോ എന്റെ ദൈവത്തിനുള്ളതാണ്. എന്റെ ഹൃദയം കോടിക്കണക്കിന് ആത്മാക്കളെ ഗർഭം ധരിച്ചതാകണം. നിന്റെ ഹൃദയം കോടിക്കണക്കിന് ആത്മാക്കളെ ഗർഭം ധരിച്ചതാകണം. നിന്റെ ഹൃദയം കോടിക്കണക്കിന് ആത്മാക്കളെ ഗർഭം ധരിച്ചതാകണം. ധൈര്യത്തോടെ കൈകൊടുത്തവർ നിന്റെ ദൈവം, എന്റെ ദൈവം, നിന്റെ ജനം, എന്റെ ജനം. നീ പോകുന്നിടത്ത് ഞാനും പോകാം, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കാം. അടുത്തത് 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 മരണം കൊണ്ട് നീ മരിക്കുന്നിടത്ത് മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ട് പിരിയില്ല. മരണത്താൽ മറയാം മഹൽ സ്നേഹപ്രഭയാ ബന്ധമാണിതു യുഗകാലം. ഓ
കൈവേടിഞ്ഞോ
നിന്റെ ദൈവം എൻ്റെ ദൈവം. അങ്ങനെ അമ്മാവിയമ്മയും മരുമകളും കൂടി ഒരുമിച്ച് ബേത്ലഹേമിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടെ ചരിത്രം മാറി മറിയില്ല. തിരിച്ചു വരാമോ? വഴിമാറും പലതും. നിൽക്കുന്നിടത്ത് നിന്ന് നീ വിലപിച്ചുകൊണ്ട് നിന്നാൽ മരണം വരെ വിലപിക്കാം. പക്ഷെ തിരിച്ചൊരു വരവുണ്ട്. അത് നീ മനസ്സ് വെച്ച് കൊയ്ത്തിന്റെ സമയത്തൊന്ന് വരാങ്കി കൊയ്ത് കൂട്ടും നീ. ഞാൻ പറഞ്ഞു വരാൻ ഭയമാണ്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലമെന്ന് ജെറമ്യാവ് അറിയുന്നത് പോലെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയോ അങ്ങനെ ഒരു കാലത്തിലേക്ക് ദൈവസഭ തിരിച്ചു വരാൻ പോലെയാ. തീ പോലെ, കൊടിയ കാറ്റ് പോലെ, അഗ്നിജ്വാല പോലെ തിരിച്ചു വരിക. സന്തോഷകരമായ ഒരു ജീവിതമുണ്ട്, സ്വസ്ഥതയോടെ ഒരു കുടുംബ ജീവിതമുണ്ട്, ആനന്ദത്തോടെ ഒരു ആത്മീയ ജീവിതമുണ്ട്. എന്നും കരച്ചിലല്ല, എന്നും വിലാപമല്ല, ഇതിന്റെ ഇടയിൽ ഒരു സന്ദർശനമുണ്ട്. ഇങ്ങനെ നവോമി രൂത്തുമായിട്ട് മോവാബ് ദേശത്തു നിന്ന് പുറപ്പെട്ട് ബേത്ലഹേമിലേക്ക് വന്നു. അവരെ രണ്ടുപേരെ കണ്ടപ്പോൾ പട്ടണം ഇളകി. 2 വിധവമാരെ കണ്ടപ്പോൾ പട്ടണം ഇളകിയെന്ന്. സഹോദരി, ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുക. ഒന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ചു വരാതെ ചിലത് സംഭവിക്കും. ഇത് നമ്മുടെ നവോമി അല്ലേ എന്ന് പറഞ്ഞ് ജനമാർക്കുമ്പോൾ നവോമി പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, എനിക്ക് കയ്പാണ് ലൈഫിൽ സംഭവിച്ചത്, അതുകൊണ്ട് എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി. നവോമി എന്ന് എന്നെ എന്ത് ചെയ്യണ്ട, വിളിക്കണ്ട. മരണം മാറ പോലെയാണ്. ജനം മരുഭൂമിയിൽ കൂടി വരുമ്പോൾ കുടിക്കാൻ കിട്ടിയ വെള്ളം കയ്പാകാൻ മാറ എന്ന് പേരുണ്ട്. അനുഭവം കയ്പാണ്, മരണം കയ്പാണ്. പക്ഷേ മാറയെ മധുരമാക്കിയത് ഇന്നും ജീവിച്ചിരിക്കുന്നു. അധ്യായം അവസാനിക്കുമ്പോൾ മനോഹരമായ വാക്യം, 1-ാം അധ്യായം അവസാനത്തെ 22-ാം വാക്യം. ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. പിന്നെ അവർ യവക്കയത്തിന്റെ ആരംഭത്തിൽ ബേത്ലഹേമിലെത്തി. ഇവർ വരുന്ന ടൈം പോയ ടൈം പോലെയല്ല. പോയിന്റ് ഗ്രാമത്തിൽ വന്നപ്പം യവക്കൊയ്ത്തിന്റെ സമയം. അവിടെ എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: യവക്കൊയ്ത്തിന്റെ ആരംഭത്തെ കൊയ്ത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. കൊയ്ത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇട്ടേച്ചു പോയ സ്ഥലം മറന്നുപോയോ? കൊയ്ത്ത് നടക്കാനുള്ള സ്ഥലമാണ്. കൊയ്ത്ത് നടക്കാനുള്ള സ്ഥലമാണ്. നീ ഇട്ടേച്ച് മോവാബിൽ പോയത്. തിരിച്ചു വാ. കൊയ്ത്തിന്റെ ആരംഭത്തിൽ നിനക്കൊരു മിനിസ്ട്രിയുണ്ട്. അതാണിന്റെ റോൾ. ഞാൻ സഭയെ ബ്ലസ് ചെയ്യുന്നു. ഇവിടുത്തെ സഹോദരിമാരെ കൈ ഉയർത്തി ബ്ലസ് ചെയ്യുന്നു. ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് എന്തിനാണെന്നറിയാമോ? ഒരു പിടി കണ്ണുനീര് തുടച്ച് ജീവിതം തീർക്കാനല്ല. ഒരു യവക്കൊയ്ത്തിന്റെ ആരംഭം സർവശക്തന്റെ ഫല പോലെയാ. ഇന്ത്യയായി കൊയ്യുന്നവളാ നീ. എന്റെ സഹോദരന്മാരെ ഞാൻ കൈ ഉയർത്തി ബ്ലസ് ചെയ്യുകയാണ്. വിതച്ച് വിതച്ച് നടക്കാൻ മാത്രമല്ല, വിതച്ച കൈകൊണ്ട് നീ കൊയ്യാൻ പോവുകയാ. ഇത് കൊയ്ത്തുകാല സമയം. കൊയ്ത്തുകാല സമയം. ഒന്നുകൂടെ പറയും, ഇത് കൊയ്ത്തുകാല സമയം. പിശാച് കേൾക്കട്ടെ, പിശാച് കേൾക്കട്ടെ, രോഗങ്ങൾ കേൾക്കട്ടെ, ആഭിചാരം കേൾക്കട്ടെ, മന്ത്രവാദം കേൾക്കട്ടെ, ഇന്ത്യൻ ഗോലിയാത്ത് കേൾക്കട്ടെ. ഇത് കൊയ്ത്തുകാല സമയം.
ചുമന്ന് പറയുന്നേ വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്ന് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ തളർന്നു പോകാൻ ഞാൻ നാം തക്ക സമയത്ത് കൊയ്യും. തളർന്നു പോകാൻ ഞാൻ യഹോവ നിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. കൊയ്ത്തിന്റെ സമയം വരാൻ പോയാ കൊയ്ത്തിന്റെ സമയം വന്നു കഴിഞ്ഞു. പാമ്പാടിയിൽ കൊയ്ത്തിന്റെ സമയം വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ കൊയ്ത്തിന്റെ സമയം വന്നു കഴിഞ്ഞു. അതിരപ്പള്ളിയിൽ കൊയ്യാൻ പോകണം. പിണ്ണാക്കനാട് കൊയ്ത്തിന്റെ സമയം വന്നു. കൊടുങ്ങൂരിൽ കൊയ്ത്തിന്റെ സമയം വന്നു. നന്നൂരിൽ കൊയ്ത്തിന്റെ സമയം വരികയാണ്. കാക്കാട്ടൂരിൽ കൊയ്ത്തിന്റെ സമയം വരികയാണ്. അല്ലുച്ചാലിൽ കൂത്രപ്പള്ളിയിൽ കൊയ്ത്തിന്റെ സമയം വരികയാണ്. മണർകാട് പുതുപ്പള്ളിയിൽ കൊയ്യാൻ പോവുകയാണ്. കൈ കൊടുത്തിട്ട് പറയുന്നത് കൊയ്ത്ത് അതൊരു മാറ്റമല്ലേ? ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. കൊയ്ത്ത് കാലത്ത് വീട്ടിൽ ഇരുന്ന് സമയം കളയുന്നത് വയലിൽ ചെല്ലണം. കൊയ്ത്ത് വീട്ടിലല്ല, വയലിലാണ്. കൊയ്ത്ത് വീട്ടിലല്ല, വയലിലാണ്. വീട്ടിൽ കൊയ്യാന്ന് വെച്ചാൽ കാര്യം നടക്കത്തില്ല. വയലിൽ പോകണം. വയലിൽ കതിരുണ്ട്, നനക്കുള്ളത് വയലിലുണ്ട്. വീട്ടിൽ വന്നോളൂ എന്ന് പറഞ്ഞിരിക്കരുത്. കതിരുള്ളിടത്ത് നീ ചെല്ലണം. മുഖം കൊണ്ട് തെളിയുന്നില്ല. വെയിറ്റ് ചെയ്യാ ഫാസ്റ്റ്. എൻ്റെ വെയിറ്റിംഗ് ടൈമാണ്. വീട്ടിൽ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നടക്കില്ല മാഡം, നടക്കുകയല്ല. കുഞ്ഞു സബ്ജി നടക്കുകയല്ല. വയലിൽ കാല് വെക്കണം, കൊയ്ത് കയറണം. കൊയ്ത്തവട ഇതിനെ കുറിച്ചൊരു ഡയലോഗ് 2ാം അധ്യായത്തിൽ കൊയ്ത്തിന്റെ മേലാൾ പറയുന്ന ഒരു ഡയലോഗ്. 7ാമത്തെ വാക്കിൽ തീരുന്ന ലൈൻ ഇങ്ങനെയാണ്: വീട്ടിൽ അല്പനേരമേ. അപ്പോൾ മോവാബിൽ നിന്ന് ബേത്ലഹേമിൽ വന്നിട്ടൊക്കെ വെച്ച് വീട്ടിൽ എത്ര നേരം താമസിച്ചിട്ടുള്ളൂ? അല്പനേരെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. കൊയ്ത്ത് നടക്കുമ്പോൾ എങ്ങനെ വീട്ടിൽ വൈകി? വയലിൽ കൊയ്ത്ത് നടക്കുമ്പോ നീ കൈ കെട്ടിക്കിടന്ന് ഉറങ്ങിയ ദരിദ്രനായി പോകും. കൊയ്ത്ത് കാലത്ത് ഉറങ്ങിയാൽ അങ്ങനെയാണ്. കൊയ്ത്ത് കാലം നിനക്കുള്ള ചാകരയുടെ സമയമാണ്. ഞാൻ പോയി എന്നല്ലേ അവള് നേരെ പോകും. ഇതാണ് ഈ കോളുള്ളവന്റെ റോൾ. ഈ കോളുള്ളവനെ കണ്ടാൽ അവന്റെ ഇടപെടൽ, അവന്റെ മിനിസ്ട്രി, അവന്റെ പാട്ട്, അവന്റെ ആരാധന, അവന്റെ നോട്ടം, അവന്റെ ഇടപെടൽ എല്ലാം ഭയങ്കര കോളിനോട് കണക്റ്റഡാണ്. ഇവിടെ പോയി ഇവിടെ ചെന്ന് വായിച്ചു അവിടെയാണ് ബോവസുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ കാര്യങ്ങൾ നടക്കുന്നത്. കൊയ്ത്തുകാരുടെ മേലാവിനെ ആദ്യം കണ്ടിട്ട് ഞാൻ തുറക്കിക്കോട്ടെ. തുറക്കിക്കോളാം. അവളിങ്ങനെ പെറുക്കി തീരാനായപ്പോഴാണ് ബോവസ് ചോദിച്ചു, ഈ കൊച്ചേരാ അത് ഇന്നയാളാണ് ചോദിച്ചോട്ടെ, പെറുക്കിക്കോട്ടെ ചോദിച്ചു. ഞാൻ അനുവാദം കൊടുത്തു. അവൾ തുറക്കുക. അവൻ അവളെ ഇഷ്ടപ്പെട്ടു. ഈ ബോവസിന് ഇഷ്ടപ്പെട്ട രക്ഷപ്പെട്ടു. ബോവസിന് ഇഷ്ടപ്പെട്ടില്ലേ കഷ്ടപ്പാട് കൂടും.
ദേവ കൊയ്ത്തിന്റെ ആരംഭം. എന്റെ വീട് കൊയ്ത്തിന്റെ വീടാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരാൻ പോയാ പ്രവചിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരാൻ പോയാ. കൊണ്ടുപോയതെല്ലാം തിരിച്ചു വന്നു വരിക. നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു വരട്ടെ. നഷ്ടപ്പെട്ട ആത്മാക്കൾ തിരിച്ചു വരട്ടെ. എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നഷ്ടപ്പെട്ട കുടുംബ സമാധാനം യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വരികയാണ്. എന്തെല്ലാം കൈമോശം വന്നോ, ഇത് ദൈവത്തിന്റെ യോബേൽ സംവത്സരമാണ്. ദൈവത്തിന്റെ യോബേൽ സംവത്സരം, ദൈവത്തിന്റെ പ്രസാദ വർഷ. നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു വരികയാ. നഷ്ടപ്പെട്ട സൗഖ്യം തിരിച്ചു വരികയാ. നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു വരികയാ. കയ്യിൽ നിന്ന് കളഞ്ഞ വിത്തുണ്ടല്ലോ, അത് കൊയ്ത്താകാൻ പോവുകയാ. ദൈവമേ, മസ്താനം ചാസ്തമേ. Praise the Lord. നമ്മുടെ ചർച്ചിലെ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ഞാൻ bless ചെയ്യുന്നു. 2026 നിങ്ങൾ എവിടെ പോയി കൊയ്യാൻ പോയാൽ കട്ട കെട്ടി തിരിച്ചു വരത്തക്കവണ്ണ അഭിഷേകം ഞാൻ പകരുകയാണ്. എനിക്ക് നിങ്ങളോട് വേറിട്ട് കാര്യം പ്രവചിക്കാനുണ്ട്. Please be seated. 2-ാം അധ്യായത്തിൽ നിന്ന് 8 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ വേറിട്ട് കാര്യം പ്രവചിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇത് പ്രശ്നമല്ല, ഇത് പ്രവചനമാണ്. ഇവിടെ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോവസ് വന്നിട്ട് ഇവക്ക് കുറച്ച് ഫേവർ ചെയ്യുന്നുണ്ട്. ഡിവൈൻ ഫേവർ. വരാൻ പോകുന്ന വർഷം ദൈവത്തിന്റെ ഫേവറിന്റെ വർഷം. ദൈവത്തിന്റെ ഫേവർ വരാൻ പോവാ. ഇതുവരെ നിന്നോട് ഫേവർ കാണിക്കേണ്ട മനുഷ്യൻ കാണിച്ചില്ലെങ്കിൽ സ്വർഗം തുറക്കാൻ പോകാം. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡിവൈൻ ഫേവറുകൾ ഹോളി സ്പിരിറ്റ് തരാൻ പോകാം. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോകാം. ഓക്കെ, 5-ാമത്തെ വാക്യം മുതൽ വായിച്ചു. 5-ാമത്തെ വാക്യം. കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട് ഈ യുവതി ഏതെന്ന് ബോവസ് ചോദിച്ചു. അടുത്തത് കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവർ മോവാബ് ദേശത്ത് നിന്ന് നൊവോമിയോട് കൂടെ വന്ന മോവാബി യുവതിയാകുന്നു. അടുത്തത് ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ മറ്റവരുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അവള് പെറുക്കിയാണ്, ഞാനത് പെറുക്കിക്കോട്ടെ. അടുത്തത് അങ്ങനെ അവൾ കാലത്ത് വന്നു, ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് വീട്ടിൽ അല്പനേരമേ താമസിച്ചു. ബോവസിനോട് കേട്ട മകളെ. എല്ലാവരും ചേർന്ന് പറ, അപ്പനായി ഇപ്പോ ബോവസ് വന്നു. മകളെ എന്ന് വിളിക്കാൻ ആർക്കേ അനുവാദമുള്ളൂ. അപ്പൊ ആരും ഇല്ലാത്തവർക്ക് തുണയായി തമ്പുരാനായിട്ട് ഒരു വഴി തുറക്കുക. ഞങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. സഹായിക്കാൻ ആരുമില്ലാതെ ഒരു കരം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അപ്പൻ വെളിപ്പെടാൻ പോകുകയാണ്. അപ്പൻ വെളിപ്പെടാൻ പോകുകയാണ്. ഇവിടെ കൈ ഇങ്ങനെ ഉയർത്തുകയോ കൈയടിക്കുകയോ ചെയ്തില്ലേ, നിങ്ങളത് റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഒരപ്പൻ എണ്ണത്ത് വരിക. ആദ്യത്തെ ഫേവർ, ഫസ്റ്റ് ഫേവർ. മോളെ എടുക്കാൻ വേണ്ടി വേറൊരു വയൽ തപ്പി പോകണ്ട. ഇവിടം വിടാതെ നിനക്ക് ആവുള്ളിടത്തോളം നീ പെറുക്കിക്കൊള്ളാം. ഞാൻ 1-ാമത്തെ പ്രവചനം നിങ്ങൾക്ക് തരിക. പെറുക്കാനുള്ള സ്ഥലം തമ്പുരാൻ തുറക്കുകയാണ്. ഒരു വയൽ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. നിനക്ക് പറ്റിയില്ലേ, നിന്റെ പിള്ളേരെ കൊണ്ട് പെറുക്കിക്കും ദൈവം. Yes.
ദൈവദാസൻ പറയാ, ഈ വയലിൽ തന്നെ നീ പെറുക്കിക്കോ, ഇവിടെ വിടണ്ട, നീ പെറുക്കി കൂട്ടാൻ പോവാ. അത് പ്രൊഫറ്റിക് വേദാണ്. ആ പ്രൊഫറ്റിക് വേദം എന്തെന്നുള്ള അടുത്ത ചാപ്റ്റർ വെളിപ്പെടും. ഞാൻ നിങ്ങൾക്ക് ആത്മാവിൽ കൈമാറുകയാ. ഇന്ത്യയിൽ പെറുക്കാനുള്ള വയൽ നിനക്ക് തുറക്കുകയാണ്. അപ്പം വിളമ്പി ശേഷിച്ചത് പുല്ലിന്റെ മീനെ കിടക്കുന്ന പെറുക്കി 12 കൊട്ട നിറത്തെടുത്ത ശിഷ്യന്മാരെ ഒറ്റ പ്രസംഗത്തിൽ 3000 പെറുക്കാൻ പോയ ഞാൻ സഭയെ ബ്ലസ് ചെയ്യുന്നു, എന്റെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വയലിൽ അവർ പെറുക്കട്ടെ. ഞാൻ സഹോദരിമാരിലേക്ക് ഒരിക്കൽ കൂടി വചനം നിപാത്ത് ചെയ്യട്ടെ. പെറുക്കാൻ പോവാ നീ. ഇതിനകത്ത് രൂപത്തിനെ പോലെ ചന്ദ്രൻ നിപ്പുണ്ട്. നീ പെറുക്കാൻ പോവുകയാ. ഒറ്റ നേരത്തെ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തല്ലേ നീ. ഭക്ഷണമില്ലെങ്കിലും പുറത്ത് ചിരിമായാതെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധമാവ് നിനക്ക് വാക്കു തരികയാണ്. ഓടി നടന്ന് പെറുക്കാൻ തമ്പുരാൻ നിനക്ക് അനുവാദം തരാൻ പോയാ. നിനക്ക് മറവിയില്ലെന്നെ വിശ്വാസം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തിട്ടില്ലേ? ഒരു നല്ല ഷർട്ട് ഇടാൻ സഹോദരൻ വെയിറ്റ് ചെയ്തിട്ടില്ലേ? ഒരു നല്ല വീട്ടിൽ പാർക്കാൻ ആഗ്രഹിച്ചിട്ടില്ലേ? പലരും പലരെയും സഹായിക്കുന്നത് കണ്ട് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണോ എന്ന് ചിന്തിച്ച യാമങ്ങൾ നാഴികകൾ എത്ര കടന്നുപോയി. കർത്താവ് നിനക്ക് വാക്ക് തരികയാ. നിന്റെ വയൽ തുറക്കുക. നീ ഇവിടെ നിന്ന് വിട്ടുപോകണ്ട. നീ ധൈര്യമായി പെറുക്കാൻ ഇവിടെ ഉണ്ട്. ഈ വയല് തരിശു ഭൂമിയല്ല, ഈ വയല് കതിരുള്ളതാണ്. രണ്ടാമത്തെ ഫേവർ, ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക എന്ന് വെച്ചാൽ നീ ഇവിടെ ഒറ്റയ്ക്കല്ല. ഇവിടെ വന്ന പലരും നിന്നെ പോലെയുണ്ട്. അവർക്ക് വയലിൽ നിന്ന് കയറാൻ നേരെയില്ല. നിന്നെ ഞാൻ ഉറപ്പിക്കാൻ പോവാ. ഇതൊരു ടീം വർക്കാണ് മോളെ. നീ ഒറ്റയ്ക്കല്ല, ഇതൊരു ടീം വർക്കാണ്. ഈ ടീമിലേക്ക് നീ അങ്ങ് ചേർന്നോ, ഈ ടീമിൽ നീ സേഫ് ആയിരിക്കും. ഞാൻ വചനം ഈ സഭയിലേക്ക് ഇമ്പാർട്ട് ചെയ്യും. ഈ ടീമിൽ നീ മാറിപ്പോത്തില്ല. നീ ചേർന്ന് നിൽക്കുക. ഇതൊരു ഫെലോഷിപ്പാണ്. പല ഷിപ്പിലായിരുന്നു, പല ഷിപ്പിൽ ഒറ്റ ഷിപ്പിൽ കയറ്റിയിരിക്കുക. ഈസിക്കൽ ടു ഫെലോഷിപ്പ്. നിന്റെ ദൈവം ഈ ടീമിൽ കയറ്റിയത് ഒറ്റ തിരിയാൻ ഒക്കത്തില്ല. നിന്റെ ജനം എന്റെ ജനം, നിന്റെ യുദ്ധം എന്റെ യുദ്ധം. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ ദൈവം അനുവദിക്കില്ല. ഒരുമിച്ചുണ്ട്. മൂന്നാമത്തെ ഫേവർ 9ാമത്തെ വാക്യം. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ നീ പോണം. എന്നല്ലേ, അവർ കൊയ്യുന്ന കതിരിനെ ഫോളോ ചെയ്ത് പോണമെന്നല്ല, കൊയ്യുന്ന എൻ്റെ മകളെ 1ഉം 2ഉം കതിരിന്റെ കാര്യമല്ല ഞാൻ നിനക്ക് തരുന്ന ഫേവർ. നിലം തരിക. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് അവകാശമാക്കുക. എന്ന സഹോദരിമാരിലേക്ക് വചനം ഇമ്പാർട്ട് ചെയ്യുന്നു. കൈമോശം വന്ന സ്ഥലം കാണും. നീ നിന്റെ ജപ്തി ചെയ്ത ലാൻഡ് കാണും. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം കാണും. ഹോളി സ്പിരിറ്റ് നിന്നോട് പറയുന്നു, നീ നിലത്തിന്റെ മേൽ ദൃഷ്ടി വെക്കാൻ പോവുക. നഷ്ടപ്പെട്ടതിന്റെ 10 മടങ്ങ് നിന്റെ പേരിൽ എഴുതി
പ്രൊട്ടക്ഷൻ. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ കൽപ്പിച്ചോളാമെന്നല്ല, ഓൾറെഡി ഞാൻ കൽപ്പിച്ചു. ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? തോട്ടേക്കരുത്, നിന്നെ തോട്ടേക്കരുതെന്ന്. എന്തോ ഇതൊരു ഒരു ഒരു കമാൻഡിങ് കരുതിക്കൂട്ടിയാ സെറ്റ് ചെയ്തിട്ടാ വന്നേ, സെറ്റ് ചെയ്തിട്ടാ വന്നേ, എല്ലാം അറേഞ്ച് ചെയ്തിട്ടാ വന്നേ. എല്ലാം സൃഷ്ടിച്ചിട്ട് ആദാമിനെ സൃഷ്ടിക്കണമെങ്കിൽ എല്ലാം അഡ്വാൻസ്ഡായി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വെറുതെ തുറന്ന ഉറവയുടെ അടുത്തിരുന്നുകൊണ്ട് തുറക്കണമെന്ന് പറഞ്ഞ് കരയാതെ കണ്ണ് തുറന്ന് കുളിക്കാമോ? ബാല്യക്കാർ നിന്നെ തുടരുന്നെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് പറ, തോട്ടേക്കരുത്, പിശാചെ തോട്ടേക്കരുത്, ആഭിചാരമേ തോട്ടേക്കരുത്, മന്ത്രവാദമേ തോട്ടേക്കരുത്, ശുദ്രപ്രയോഗമേ തോട്ടേക്കരുത്, സാത്താനെ തോട്ടേക്കരുത്, അസൂയയെ തോട്ടേക്കരുത്. പറ, തോട്ടേക്കരുത്. കാര്യം എന്താ? പറ, പറ. കൽപ്പിച്ചിട്ടുണ്ട്. പടകിലോട്ട് കാലെടുത്തിലോട്ട് വെക്കുമ്പോഴേ കർത്താവ് പറഞ്ഞു വിട്ടു മാറുക. അതാണ് അക്കരെ ചെന്നപ്പോൾ എഴുതിയിരിക്കുന്നത്, കൽപ്പിച്ചിരുന്നു. ഞാൻ ഈ സഭയെ നോക്കി പ്രവചിക്കുന്നു. നിനക്ക് വേണ്ടി കൽപ്പിച്ചത് കൺമുമ്പിൽ കാണാൻ പോലെയാ. യോനയ്ക്ക് വേണ്ടി മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി, നിന്റെ വാഹനം കൽപ്പിച്ചാക്കി, 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 യെസ് യെസ് കൽപ്പിച്ചാക്കി. ഈ സൺഡേ ഒരു പ്രൊഫറ്റിക് സൺഡേയാണ്. എന്നോടുള്ള ദൈവശബ്ദം തിരിച്ചറിയുക. കൽപ്പിച്ചാക്കിയത് കൺമുമ്പിൽ വരാൻ പോകുകയാണ്. നിന്റെ കയ്യിൽ വരേണ്ട നന്മ കൽപ്പിച്ചാക്കി കഴിഞ്ഞു. നീ ഡ്രൈവ് ചെയ്യുന്ന വാഹനം കൽപ്പിച്ചാക്കി കഴിഞ്ഞു. നിന്റെ തലമുറയുടെ ഭാവി കൽപ്പിച്ചാക്കി കഴിഞ്ഞു. അവരുടെ വിവാഹത്തിനുള്ളത് കൽപ്പിച്ചാക്കി കഴിഞ്ഞു. വിജയ പാസ്റ്റർ, ജയ്സൺ പാസ്റ്റർ, ഷൈജുമോനെ, ആമി റോഷൻ, ഇവിടെയുള്ള ദൈവദാസന്മാരെ ഞാൻ ബ്ലസ് ചെയ്യും. നിങ്ങൾ പോയി പ്രീച്ച് ചെയ്യേണ്ട സ്റ്റേജ് ഓൾറെഡി കൽപ്പിച്ചാക്കി കഴിഞ്ഞു. നിങ്ങൾ സ്നാനപ്പെടേണ്ട ആൾക്കാരെ കൽപ്പിച്ചാക്കി കഴിഞ്ഞു. നിങ്ങളുടെ പാസ്പോർട്ടിൽ വരേണ്ട വിസ കൽപ്പിച്ചാക്കി കഴിഞ്ഞു. ഈ സമയം ഞാൻ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾ പോകേണ്ട രാജ്യത്തെ കൽപ്പിച്ചാക്കി കഴിഞ്ഞു. പറ്റുമോ? കൈ ഉയർത്തി സ്വീകരിക്കുക. കൽപ്പിച്ചാക്കി കഴിഞ്ഞു. പ്രൊട്ടക്ഷൻ, ഹെവി പ്രൊട്ടക്ഷൻ. ഒരു വാഹനത്തെ പ്രൊട്ടക്ട് ചെയ്ത് കഴിയും. ഇതിന്റെ 2 വീലർ 4 വീലർ 3 വീലർ പ്രൊട്ടക്ട് ചെയ്ത് കഴിയും. തോട്ടേക്കരുത്. എല്ലാ ആക്സിഡന്റ് സ്പിരിറ്റുകളെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. അടുത്തത് സമയം പോകുന്നു. ടുവേർഡ്സ് മയൽ. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് പാത്രം എടുത്ത് നീ കിണറ്റിൽ നിന്ന് കോരി കുടിച്ചോളാനല്ല. ബാല്യക്കാർ കോരി വെച്ചിട്ടുണ്ട്, നീ അങ്ങ് കുടിച്ചിട്ട് പോയാൽ മതി. നീ കോരി കുടിക്കണ്ട, കോരി വെച്ചിട്ടുണ്ട്, നീ അങ്ങ് കുടിച്ചോണം. ഡിവൈൻ ഫേവർ. ഞാനങ്ങ് ബ്ലസ് ചെയ്യുക. മറ്റുള്ളവർ പണിയും, നീ പാർക്കും. മറ്റുള്ളവർ കുഴിക്കും, നീ കുടിക്കും. മറ്റുള്ളവർ നടും, നീ കൊയ്യും. എന്തോ 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 prophetic message. മറ്റുള്ളവർ പണിയും, നീ പാർക്കും. മറ്റുള്ളവർ കുഴിക്കും, നീ കുടിക്കും. മറ്റുള്ളവർ വിതയ്ക്കും, നീ കൊയ്യും.
നടാത്തത്, നീ നടാത്തത്, നീ വിതയ്ക്കാത്തത് യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യണം, ബ്ലസ് ചെയ്യണം, ബ്ലസ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സ് കാര്യമാണോ? കാര്യമില്ലാത്ത പേഴ്സ് ഉണ്ട്. പാപികളുടെ സമ്പത്ത് നീതിമാന്മാരുടെ കൂടാരത്തിൽ വാഹന കാണാൻ പോകല. നീ പണിയാത്തതിൽ നീ പാർക്കും, നീ കുഴിക്കാത്തതിൽ നീ കുടിക്കും. നീ നടാത്തത് നീ അനുഭവിക്കും. യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ കൽപ്പിക്കുന്നു, സംഭവിക്കട്ടെ. സംഭവിക്കാൻ പോവാ, സംഭവിക്കാൻ പോവാ. നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാൻ പോവാ. അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിൽ ഒരു പാഴ്സൽ കൊണ്ട് തരാൻ പോവാ. ഞങ്ങളുടെ വീട്ടിൽ മേടിച്ചത്, പക്ഷെ നിങ്ങൾക്ക് നഗർന്ന് ഞങ്ങൾക്ക് തോന്നും. മറ്റുള്ളവർ മേടിക്കും, നിന്റെ വീട്ടിൽ തരും. നിന്റെ കളപ്പുര ശൂന്യമാണെങ്കിലും ശൂന്യമാകാത്ത ഒരു സ്റ്റോർ ഹൗസ്. നെക്സ്റ്റ് പ്രൊഫസി രണ്ടാമധ്യായം 14 വാക്യം. ഭക്ഷണ സമയത്ത് എല്ലാവരും കൂടെ ഇന്ന് കഴിക്കണ്ട, ഇവിടെ എന്റെ കൂടെ വന്ന് കഷണം പിന്നെ അല്ലാതെ പന്തി ഒരുക്കാൻ പോവാ. ആരുടെ കൂടെ അറിയോ? എന്റെ കൂടെ, ഈ കെടുപ്പുകാരന്റെ കൂടെ, ബോബസിന്റെ കൂടെ പന്തിയിൽ ഇരുത്തുകയാണ്. 11 അധ്യായം യോഹന്നാനിൽ ലാസറിനെ ഉയർപ്പിച്ചിട്ട് 12:1 യേശുവിന്റെ കൂടെ ലാസർ പന്തിയിൽ. ഞാൻ കണ്ടോ നിങ്ങളെ ബ്ലസ് ചെയ്യും. അതിൽ തന്നെ എന്റെ അഭിഷേകം നിങ്ങളെ ബ്ലസ് ചെയ്യുന്ന അഭിഷേകം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ബ്ലസ് ചെയ്യാനല്ലാതെ എനിക്ക് വേറെ ഒന്നും വരത്തില്ലെന്നാ എല്ലാവരും പറയണേ. ഒന്നുകൂടെ അങ്ങ് ബ്ലസ് ചെയ്യുകയാണ്. ഇന്റർനാഷണലായി ദൈവം ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാരുടെ കൂടെ പന്തിയിൽ ഇരിക്കുന്നവർ ഇന്ന് പകൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ എന്റെ കൈ ഉയർത്തി ബ്ലസ് ചെയ്യുന്നു. ആയിരക്കണക്കിന് പന്തി ഇന്ത്യ ലോകത്തിലുണ്ടെങ്കിലും മറ്റൊരു പന്തി വരാൻ പോവുകയാണ്. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ ഒരു പന്തി ഭോജനത്തിലേക്ക് സഭയെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ജനത്തിലെ ആത്മാവിലേക്ക് സകല കർമ്മശവും പോക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രവചനം കൂടി ഒന്ന് പ്രവർത്തിച്ചോട്ടെ. 1 വാക്യം 2:14. അവൾ കൊയ്ത്തുകാരരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അത്രേ ഉള്ളൂ. അടുത്തത് അവൻ തിന്നു തൃപ്തിയായി സാറ്റിസ്ഫൈഡ് ആയി ശേഷിപ്പിക്കുകയും ചെയ്യും. ഒളിച്ചുവിട്ട് നിങ്ങൾക്ക് ഈ പ്രവചനം തരിക. നീ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും, ബാക്കി വെക്കുകയും ചെയ്യും. ന്യൂ ടെസ്റ്റമെന്റ് ശേഷിച്ചത് കളയാൻ അനുവാദം കൊടുത്തിട്ടില്ല. ന്യൂ ടെസ്റ്റമെന്റ് ശേഷിച്ചത് മൊത്തം പെറുക്കി. എന്തിനാ ശേഷിപ്പ് തമ്പുരാൻ നമുക്ക് കൊടുത്തെന്നറിയാവോ? വീട്ടിൽ ഒരാൾ ഒട്ടിയ വയറുമായി ഇരിപ്പുണ്ട്. അടുത്ത വചനം വായിക്കുന്നത് അമ്മായി അമ്മയ്ക്ക് കൊണ്ടുപോയി ശേഷിച്ചത് കൊടുത്തു. കർത്താവ് നിങ്ങളോട് പറയുന്ന വചനം കേട്ടോണ്. നിനക്ക് മാത്രം തൃപ്തി വരാനുള്ള വഴിയല്ല ദൈവം ഒരുക്കുന്നത്. നിന്റെ വീട്ടിലുള്ളവർക്ക് വാരി കോരി കൊടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ശേഷിപ്പ് തരികയാണ്. ഫൈനലി ലാസ്റ്റ് 2:16 ഒരു വചനമുണ്ട്. എന്തല്ലേ നിങ്ങൾ തലച്ചുമടെ കൊണ്ടുപോകാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുന്ന കറ്റയില്ലേ? കൊണ്ടുപോകാൻ വരട്ടെ. നല്ലതല്ലേ കെട്ടി വെച്ചിരിക്കുന്നേ? ബാക്കി വന്നതല്ലേ പെറുക്കണേ? അവളിനി ബാക്കി പെറുക്കണില്ല. നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നില്ലേ? അതിൻ്റെ അകത്തൊന്നും വലിച്ചിട്ട് നല്ലത് തരാൻ പോവാ. ഏറ്റവും ബെസ്റ്റ് തരാൻ പോവാ. ബെസ്റ്റ് തരാൻ പോവുക. ബെസ്റ്റ് തരാൻ പോവുക.
പാഴ്സലിന്റെ അകത്തുനിന്ന് നിലക്കുള്ളത് വലിച്ചിട്ടുണ്ട്. എന്റെ മകൻ വരുന്നുണ്ട്, എന്റെ മകൾ വരുന്നുണ്ട്, അവർക്ക് ആരുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ളത് ഞാൻ കാറ്റകത്ത് ഇടയിൽ നിന്ന് പതുക്കി കൊടുക്കുകയാണ്. എന്താ ബോബസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാര്യം? ഒറ്റ ആൻസറേ ഉള്ളൂ, വീണ്ടെടുപ്പുകാരന്. വീണ്ടെടുപ്പുകാരന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അവസാനം ഇവിടെ ചെന്ന കാര്യമോ, അമ്മാവിയമ്മയായിട്ട് സംസാരിക്കുന്ന കാര്യമോ, ബോബസിനേക്കാൾ വീണ്ടെടുക്കാൻ പറ്റിയ ഒരു വീണ്ടെടുപ്പുകാരൻ ചർച്ചയിൽ വേറെ ഉണ്ട്. അവനെ ഒന്ന് വിളിച്ചിട്ട് അവൻ സെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തോളാം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ എങ്കിൽ പിന്നെ തേണ്ടേ ക്യാമ്പസിലേക്ക് പോയേക്കാം. ഇതാരാന്നറിയാം? അറിയില്ല. ഇത് നമ്മുടെ ഇന്നയാടെയാണ്. അപ്പോൾ ആ വയലൊന്ന് വീണ്ടെടുക്കണം. പോരാ, ഇവിടെ കൂടി എടുക്കണം. പുള്ളി പറഞ്ഞ് എനിക്ക് പറ്റിയല്ല. ന്യായപ്രമാണം വഴി മാറിയപ്പോൾ വീണ്ടെടുപ്പാനും പറ്റുകയാണ്. പരസ്യമായി ബോവസ് വയൽ വീണ്ടെടുത്തു. പരസ്യമായി അവളെ വീണ്ടെടുത്തു. ഈ പുസ്തകം തീരുമ്പോ ദാവീദിന്റെ പേര് പറഞ്ഞാ തീർക്കുന്നേ. എത്ര പെട്ടെന്ന് ന്യായാധിപന്മാരിൽ നിന്ന് ദാവീദിലേക്ക് വന്നെന്നറിയാമോ? ഇതിന്റെ ഇടയ്ക്കൊരു സംഭവം നടന്നു. വീണ്ടെടുപ്പുകാരൻ രൂത്ത് മുഖാന്തരം ദൈവം കൊടുത്ത തലമുറ ദാവീദിന്റെ അപ്പനായി മാറുകയാണ്. ദാവീദിന്റെ അപ്പൻ ഇഷായിയുടെ അപ്പനെ ജനിപ്പിച്ചത് ബോവസ് രൂത്തിൽ മുഖാന്തരമാകുകയാണ്. ഈ പുസ്തകം തീരുമ്പോൾ ദാവീദിനെ പറഞ്ഞെങ്കിൽ അടുത്തത് ദാവീദ് പുത്രനാണ്. ദാവീദ് പുത്രൻ വരാൻ വീണ്ടെടുപ്പുകാരൻ രംഗത്ത് വന്നു. ഞാൻ നിങ്ങളെ എന്റെ കൈ ഉയർത്തി ബ്ലസ് ചെയ്യാം. ചിലർക്ക് വേണ്ടി ചിലർക്ക് വെളിപ്പെടാൻ പോകും. All stand up, please. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേഗത്തിൽ.
വിടുതലാവട്ടെ. ഈ വരുന്ന ഒരാഴ്ച അവരുടെ മിനിസ്ട്രിയിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ ഫാമിലി ഈ വചനം ഒരു ഡെലിവറൻസ് ആകട്ടെ. അവരുടെ വീട്ടിൽ വിശ്രാമം ഉണ്ടാകട്ടെ. അവരുടെ വയലിൽ കൊയ്ത്തുണ്ടാകട്ടെ. അവരിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ. ഡിവൈൻ ഫേവർ ഉണ്ടാകട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തോടെ അവരെ ബ്ലെസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.